ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് വടുകപ്പുളി നാരങ്ങ. ചിലയിടങ്ങളിൽ ഇതിനെ കരിനാരങ്ങ എന്ന് പറയും. എന്തു തന്നെ ആയാലും നമ്മുടെ ഓണസദ്യയിലെ വില്ലനാണ് ഈ താരം. ഈ വടുകപ്പുളി അച്ചാർ ഇഷ്ടമല്ലാത്തവർ അപൂർവമാകുമല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു കയ്പ്പുണ്ടല്ലോ, അത് അധികം ആർക്കും അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇവനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരച്ചാറാക്കി നോക്കാം. വടുകപ്പുളി നാരങ്ങ പെട്ടെന്ന് നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഇവന് കയ്പ്പുണ്ടാവില്ല. പക്ഷേ പോകെ പോകെ ഇവൻ കഴിച്ചു തുടങ്ങുമല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇവൻ്റെ കുരു ഒന്ന് നീക്കം ചെയ്യാം. കുരു അച്ചാറിൽ പെട്ട് കഴിഞ്ഞാൽ അച്ചാറ് കൂടെ കഴിക്കുമെന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കുരു ഒന്ന് നീക്കം ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ കുരു ഒന്ന് നീക്കം ചെയ്തു. അടുത്തത് എന്താ, കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നാരങ്ങ, ഞാൻ എന്തായാലും ഇവനെ മുഴുവനായിട്ടും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പകുതി ഭാഗത്തിനെ കൊണ്ട് അച്ചാറുണ്ടാക്കാം. നമ്മളിതാ ചെറുതായിട്ട് ഇതിനെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചിലവർ ഇതിൻ്റെ കയ്പ്പ് കുറയാൻ വേണ്ടി ചുടുന്നവരുണ്ട്. അതുപോലെ തന്നെ വിനാഗിരിയിൽ ഇട്ട് വെച്ചതിന് ശേഷം അച്ചാറുണ്ടാക്കുന്നവരുണ്ട്. ഞാനെന്തായാലും ഇവനെ ഇങ്ങനെ തന്നെ അച്ചാറിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. സ്പീഡിൽ തന്നെ അരിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാരങ്ങേനെ നമ്മളിതാ മുഴുവനായിട്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളകെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരി എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള മുളകുകളെടുക്കാം. ഞാനിവിടെ 3-4 മുളക് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നു. എരിവിന് പകരം നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനിയാണ് നമ്മുടെ മിക്സിംഗ് പരിപാടി. മുളകിന് നമ്മൾ നാരങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മുളക് പൊടി കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് അച്ചാർ കടുക് വറുക്കാം. അതിന് വേണ്ടി നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ഇട്ടിട്ട് നമ്മളിതാ കടുക് വറുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അച്ചാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അച്ചാറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ സാധാരണ വെള്ളം തിളപ്പിച്ചാറിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അച്ചാറിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ അച്ചാറുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.